ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യദുകുലനാശം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് യദുകുലം നശിക്കുന്ന കഥയാണ് പറയുന്നത്. ഭഗവാന്റെ വംശമായ യദുകുലം നശിക്കാനും ഭഗവാൻ വിഷ്ണുവിൽ ലയിക്കാനുമുള്ള സമയമായെന്ന് ഭഗവാൻ തീർച്ചയാക്കി. അതിനുവേണ്ടി ഭഗവാൻ ഓരോ ദുർനിമിത്തങ്ങൾ കാണിച്ചു കൊടുത്തു. ദേവസഭയും പാരിജാതവും തനിയെ ആകാശത്തിലേക്ക് ഉയർന്നു. വാഹനമായ ഗരുഡനെ കാണാനില്ല. കൊടിക്കൂറകളുടെ നിറമെല്ലാം മങ്ങി. പാഞ്ചജന്യം എന്ന ശംഖിൽ നിന്ന് അപശബ്ദങ്ങൾ മുഴങ്ങുന്നു. ആകാശത്ത് സദാ മിന്നലുകൾ ഉണ്ടാകുന്നു. ദ്വാരകയിൽ ധാരാളം ദുർനിമിത്തങ്ങൾ കാണുന്നെന്നും ദ്വാരകയ്ക്ക് എന്തോ ആപത്ത് അടുത്തിരിക്കുന്നെന്നും കൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും കൂടി പ്രഭാസതീർത്ഥത്തിൽ പോയി വ്രതമനുഷ്ഠിച്ച് ദേവപ്രീതി വരുത്താൻ പറഞ്ഞു. ദേവകൾ പ്രസാദിച്ചാൽ മുനിമാരുടെ ശാപം ഭരിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അനുജൻ്റെ അഭിപ്രായത്തോട് ബലരാമന് യോജിച്ചു. അങ്ങനെ കൃഷ്ണൻ്റെ ഉപദേശം അനുസരിച്ച് സ്ത്രീകളും കുട്ടികളും ഒഴിച്ച് മിക്ക യാദവന്മാരും പ്രഭാസതീർത്ഥത്തിലേക്ക് പോയി വ്രതാനുഷ്ഠാനങ്ങളെല്ലാം നടത്തി. ഭഗവാനിൽ കൂടി യാദവന്മാർക്ക് പ്രതാപവും പ്രശസ്തിയും സമ്പത്തും സൗഭാഗ്യവും ഉണ്ടായപ്പോൾ യാദവന്മാർ അഹങ്കാരികളായി തീർന്നു. അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ആനന്ദത്തിനു വേണ്ടി അവർ മദ്യലഹരിയിലായി. അവർക്ക് കൃഷ്ണനെ പോലും ഭയമില്ലാതായി. പോയപ്പോൾ കൃഷ്ണൻ കൂടെ ഉണ്ടോ എന്ന് പോലും അവർ അന്വേഷിച്ചില്ല. അവർ മദ്യലഹരിയിൽ മുഴുകി സർവ്വബന്ധങ്ങളും മറന്ന് വാശിയോടെ ഓരോ വാക്കുതർക്കങ്ങൾ തുടങ്ങി. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കം മൂത്ത അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധമെടുത്ത് ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ രണ്ട് ചേരികളായി തിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. അനുജനെന്നോ മക്കളെന്നോ അമ്മാവനെന്നോ മുത്തശ്ശനെന്നോ ഒന്നും നോക്കാതെ മദ്യലഹരിയിൽ സർവ്വബന്ധങ്ങളും മറന്ന് അവർ തല്ലു തുടങ്ങി. വെട്ടും കുത്തും അസ്ത്രപ്രയോഗങ്ങളും ഗദാപ്രഹരങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. സ്വന്തക്കാർ മരിച്ചു വീഴുന്നത് കണ്ട് ആർക്കും ഒരു വിഷമവും ഇല്ലായിരുന്നു. അക്രൂരൻ, സാമ്പൻ, സത്രാജിത്ത്, പ്രദ്യുമ്നൻ എന്നിവരുടെ എല്ലാവരും തമ്മിൽ പോരാടി മരണം വരിച്ചു. രക്തപ്പുഴകൾ ഒഴുകാൻ തുടങ്ങി. വില്ലുകൾ, ബാണങ്ങൾ, ഗദകൾ എല്ലാം തകർന്നു. മഹർഷിമാരുടെ ശാപത്താലുണ്ടായ ഉലക്ക ചീകിയ പൊടിയിൽ നിന്നുണ്ടായ ഏരകപ്പുല്ലുകൾ അവിടെയെല്ലാം വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആയുധങ്ങളെല്ലാം തീർന്നപ്പോൾ മൂർച്ചയുള്ള ഏരകപ്പുല്ലുകൾ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. വാളിനേക്കാൾ മൂർച്ചയുള്ള ഏരകപ്പുല്ലുകളുടെ അടിയേറ്റ് ബാക്കിയുള്ളവരും എല്ലാം കൊല്ലപ്പെട്ടു. ഉഗ്രസേനൻ, ശൂരസേനൻ തുടങ്ങിയവരെല്ലാം ഇത് കണ്ട് മരണപ്പെട്ടു. ഇതെല്ലാം കണ്ട് കോപിച്ച ബലരാമൻ ബാക്കിയുള്ളവരെയും തൻ്റെ കലപ്പയാൽ അടിച്ചു കൊന്നു. തൻ്റെ കോപം ശമിച്ചപ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്ന ദാരുണമായ കാഴ്ച കണ്ട് ബലരാമന് വിഷമം തോന്നി. കൂടാതെ കുരുക്ഷേത്ര യുദ്ധം നടത്തിയപ്പോൾ കൃഷ്ണൻ പാണ്ഡവർക്ക് കൂട്ടുനിന്നതും ബലരാമന് വളരെ മനോവിഷമം ഉണ്ടാക്കിയിരുന്നു. ഉടൻ തന്നെ ബലരാമൻ തീർത്ഥാടനത്തിനായിപ്പോയി. പല ആശ്രമങ്ങളിലും പോയിട്ട് അവസാനം നൈമിഷാരണ്യത്തിലും എത്തി. ഗംഗയുടെ പോഷക നദിയായ ഗോമതി നദിയുടെ തീരത്താണ് നൈമിഷാരണ്യം. അവിടെ എത്തിയപ്പോൾ മാമുനികൾ എഴുന്നേറ്റ് ബലരാമനെ സൽക്കരിച്ചിരുത്തി. എന്നാൽ ഒരു ഉന്നത വീരാസനത്തിലിരുന്ന സൂത പൗരാണികൻ എഴുന്നേറ്റില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ബലരാമൻ ഒരു പുല്ല് പറിച്ചെടുത്ത് ദിവ്യാസ്ത്രം വെച്ച് അദ്ദേഹത്തെ വധിച്ചു. ഇത് കണ്ട മാമുനികൾക്ക് വളരെ സങ്കടവും ദേഷ്യവും ഉണ്ടായി. ലോകമാന്യനും സകലജന സമ്പൂജ്യനും വിജ്ഞാനനിധിയുമായ സൂത പൗരാണികനെയാണ് അങ്ങ് വധിച്ചതെന്ന് പറഞ്ഞു. വേദാന്തങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുള്ളവനും വേദവ്യാസൻ്റെ ശിഷ്യരിൽ പ്രമുഖനുമാണെന്ന് പറഞ്ഞു. കൂടാതെ പുരാണകഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്നതാണെന്നും ഞങ്ങൾ ബ്രഹ്മാസനം നൽകി അദ്ദേഹത്തെ പൂജിക്കുകയായിരുന്നെന്നും അതുകൊണ്ടാണ് എഴുന്നേൽക്കാഞ്ഞതെന്നും പറഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ ചേട്ടനായതുകൊണ്ട് ഞങ്ങൾ ശപിക്കുന്നില്ല എന്നും മുനിമാർ പറഞ്ഞു. ബലരാമൻ ഇത് കേട്ട് പശ്ചാത്താപം ഉണ്ടായി. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. വധിച്ച സൂതനെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞു. ബലരാമൻ തൻ്റെ ദിവ്യശക്തിയാൽ സൂതൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പുതിയ സൂതനെ ഉത്ഭവിപ്പിച്ചിട്ട് ഉഗ്രസ്രവസ് എന്ന പേര് നൽകി. ഇദ്ദേഹവും പുരാണകഥകളും ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. എന്ത് കാര്യം ഒറ്റത്തവണ കേട്ടാൽ അത് മറക്കുകയില്ലെന്നും പറഞ്ഞു. അതുകൊണ്ട് ഉഗ്രസ്രവസ് എന്ന പേര് നൽകിയിട്ട് ബലരാമൻ അവിടെ നിന്ന് പോയി.
യാദവന്മാരും എല്ലാം മരിച്ച് കൃഷ്ണനെയും കാണാനില്ല. അതുകൊണ്ട് ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനമില്ലെന്നും അവതാര ഉദ്ദേശങ്ങളെല്ലാം അവസാനിച്ചെന്നും മനസ്സിലായി. ബലരാമൻ അവസാനം സമുദ്രക്കരയിൽ ചെന്ന് ധ്യാനനിരതനായി ഇരുന്ന് യോഗാഗ്നിയിൽ തൻ്റെ ശരീരം ദഹിപ്പിച്ചിട്ട് അനന്താംശമായി വൈകുണ്ഠം പോയി. കുഞ്ഞുങ്ങളെ, അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ വംശമായ യദുവംശം മുനിമാരുടെ ശാപം പോലെ തന്നെ നശിച്ചു. കൂടാതെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു വന്ന കൃഷ്ണനെ ഗാന്ധാരി ശപിക്കുന്നുണ്ട്. തൻ്റെ മക്കളും രാജ്യവും നഷ്ടപ്പെട്ട ഗാന്ധാരി തൻ്റെ വംശത്തിനും മക്കൾക്ക് നാശം സംഭവിച്ചതുപോലെ നിൻ്റെ യദുവംശവും നശിക്കട്ടെ എന്ന് ശപിച്ചു. തൻ്റെ നഗരം ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്നതുപോലെ നിൻ്റെ നഗരവും സമുദ്രത്തിൽ മുങ്ങി നശിക്കുമെന്നും ഗാന്ധാരി ശപിച്ചു. കുഞ്ഞുങ്ങളെ, 2 ശാപവും ഫലിച്ചല്ലോ. അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ഉണ്ടായ നാശവും കണ്ടല്ലോ. കുട്ടികളെ, എത്ര സമ്പത്തും ഐശ്വര്യവും ഉണ്ടായാലും നമ്മൾ അഹങ്കാരമില്ലാതെയും ഭക്തിയോടെയും ജീവിക്കണമെന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഭഗവാന്റെ സ്വർഗാരോഹണം പറയാം. നിർത്തട്ടെ. ഹരി ഓം തത്സത്.